ഓൾ പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ വൺ എക്സാമ്പിൾ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അതിൻ്റെ പ്രാധാന്യവുമാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു സെൻറ്റൻസിലെ ഓരോ വാക്കിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെർബ്, ഒരു വെർബിന് ഒരു സെൻറ്റൻസിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ ഓരോ വാക്കിനും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താണെന്നും എങ്ങനെ ഒരു നല്ല മീനിങ് ആയ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മളെ ട്രഡീഷണലി പഠിപ്പിക്കുന്നത്. പക്ഷേ മോഡേൺ ലാംഗ്വേജസ് അതിനെ 9 എന്നും പറയുന്നുണ്ട്. ആ 9ാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ്. അതെന്താണെന്നുള്ളതും നമുക്ക് നോക്കാം. വാവ്, ഷീ ക്വിക്ക്ലി റാൻ ടു ദ ബിഗ് ഓൾഡ് ഹൗസ് ആൻഡ് ഫൗണ്ട് എ ബ്യൂട്ടിഫുൾ വെയ്സ് ഓൺ ദ ടേബിൾ. ഫസ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ചാണ് നൗൺ എന്ന് പറയുന്നത്. നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റിലുമുള്ള എല്ലാത്തിനും പേര് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്കാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരുൺ, ടീച്ചർ, ഡോക്ടർ, അതുപോലെ പ്ലേസസുകൾ, മലപ്പുറം, ബീച്ച്, അതുപോലെ മെറ്റീരിയൽ തിങ്സ് ലൈക്ക് ചെയർ, ടേബിൾ, അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഫീലിങ്സ് ആയിട്ടുള്ള ഹോണസ്റ്റി, ഫ്രീഡം, ലവ്, ഇതെല്ലാം നമ്മളുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നതാണ്. അതുതന്നെയാണ് നൗൺ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിനെ വിശേഷിപ്പിക്കാൻ നമുക്കൊരു പേര് വേണം. അങ്ങനെ പേരിടുന്ന ഒരു വാക്കാണ് നൗൺ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിലെ നൗൺസായി വരുന്നത് ഹൗസ്, വെയ്സ്, ടേബിൾ. രണ്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചാണ് പ്രോനൗൺ. ഒരു സെൻറ്റൻസിൽ നൗൺസുകളെ റിപ്പീറ്റായിട്ട് പറയാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളാണ് പ്രോനൗൺസ്. പ്രോനൗൺസിന് ഉദാഹരണങ്ങളാണ് ഐ, വി, ഷീ, ഇറ്റ്, ഹി, എക്സെട്ര. കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിലെ പ്രോനൗൺ ആണ് ഷീ. മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചാണ് വേർബ്. ഒരു സെൻറ്റൻസിലെ വേർബ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആവാം. ഫിസിക്കലി ചെയ്യുന്ന ആക്ഷന് എക്സാമ്പിൾസ് ആണ് റൺ, ജമ്പ്. മെൻ്റലി ആവുക എന്നുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആർ ഒക്കെയാണ് ഉപയോഗിക്കുക. ദേ വേർ ഹാപ്പി, ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പി ആണ്, അതൊരു അവസ്ഥയാണ്. അപ്പോൾ തന്നിട്ടുള്ള എക്സാമ്പിളിലെ വെർബ് എന്ന് പറയുന്നത് റാൻ ആണ്. റാൻ ആണ് അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഷീ ചെയ്യുന്ന ആക്ഷൻ. നാലാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചാണ് അജക്റ്റീവ്. അജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളാണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ബിഗ്, വലിയ, ഓൾഡ്, പഴയ, ബ്യൂട്ടിഫുൾ, മനോഹരമായ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന സെൻറ്റൻസിലെ ഷീ എന്ന പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അഡ്ജക്റ്റീവായ ബ്യൂട്ടിഫുൾ എന്ന വാക്ക്. ദ സൂപ്പ് ഈസ് ഹോട്ട്, സൂപ്പ് എങ്ങനെയുള്ളതാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. മറ്റൊരു എക്സാമ്പിളാണ് ദ കാർ ഈസ് എക്സ്പെൻസീവ്. ദ കാർ ഈസ് എക്സ്പെൻസീവ് എന്ന് പറയുന്ന സെൻറ്റൻസിലെ ദ കാർ എന്നുള്ളതാണ് നൗണ്. ആ നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് എക്സ്പെൻസീവ്. അപ്പോൾ ഒരു സെൻറ്റൻസിലെ നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ അഡ്ജക്റ്റീവ്സ് ആണ് ബിഗ്, ഓൾഡ്, ബ്യൂട്ടിഫുൾ. അഞ്ചാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചാണ് ആഡ്വർബ്. ആഡ്വർബ് ഒരു സെൻറ്റൻസിലെ വേർബിനെയോ അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ആഡ്വർബിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അഡ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആഡ്വർബ് വെർബിനെയോ അഡ്ജക്റ്റീവ്സിനെയോ മറ്റൊരു ആഡ്വർബിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു ആഡ്വർബ് ഒരു സെൻറ്റൻസിലെ ആക്ഷൻ എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എത്രത്തോളം ഇൻറ്റൻസിറ്റിയോട് കൂടി സംഭവിച്ചു, ഇങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങളും നൽകുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. ഒരു ആഡ്വർബ് മറ്റൊരു വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എക്സാമ്പിളാണ് ആദ്യം പറയുന്നത്. ദ ഡോഗ് സാറ്റ് ഔട്ട്സൈഡ്. നമ്മൾ പറഞ്ഞു ഒരു സെൻറ്റൻസിലെ ആഡ്വർബ് ആ സെൻറ്റൻസിലെ വെർബിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിലെ വെർബ് എന്ന് പറയുന്നത് സാറ്റ് ആണ്. ദ ഡോഗ് സാറ്റ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ് ആ ഒരു ക്രിയയെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ഔട്ട്സൈഡ്. എവിടെ ഇരുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ഇനി ഒരു ആഡ്വർബ് അഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എക്സാമ്പിൾ ദ വെദർ ഈസ് എക്സ്ട്രീംലി കോൾഡ്. അപ്പോൾ ഈ സെൻറ്റൻസിലെ കോൾഡ് എന്നുള്ള വാക്കാണ് അഡ്ജക്റ്റീവ്. അതായത് ഈ സെൻറ്റൻസിലെ നൗണായിട്ടുള്ള ദ വെദർ എന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് കോൾഡ് എന്നുള്ള അഡ്ജക്റ്റീവ്. ആ അഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എക്സ്ട്രീംലി എന്നുള്ള ആഡ്വർബ് ചെയ്യുന്നത്. മൂന്നാമത് ആഡ്വർബ് മറ്റൊരു ആഡ്വർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഉദാഹരണമാണ് ജാക്ക് റൺസ് വെരി ഫാസ്റ്റ്. ഈ സെൻറ്റൻസിലെ ഫാസ്റ്റ് എന്നുള്ള വാക്ക് റൺ എന്നുള്ള ആക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനുള്ള ആൻസർ തരുന്നുണ്ട്. അതായത് ഫാസ്റ്റായിട്ടാണ് റൺ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാക്ക് റൺസ് വെരി ഫാസ്റ്റ് എന്നുള്ള സെൻറ്റൻസിലെ ഫാസ്റ്റ് ഓൾറെഡി ഒരു ആഡ്വർബാണ്.
അതിനെ വീണ്ടും മോഡിഫൈ ചെയ്യുന്ന വാക്കാണ് വെരി. അപ്പോൾ ഒരു ആഡ്വർബ് മറ്റൊരു ആഡ്വർബിനെ ഡിസ്ക്രൈബ് ഓർ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ആഡ്വർബാണ് ക്വിക്ക്ലി. ഷീ ക്വിക്ക്ലി റാൻ ടു ദ ബിഗ് ഓൾഡ് ഹൗസ്. ആറാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചാണ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻസ് ഒരു സെൻറ്റൻസിലെ നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ സെൻറ്റൻസിലെ ബാക്കി വാക്കുകളുമായിട്ട് ടൈമിൻ്റെയോ ലൊക്കേഷൻ്റെയോ അല്ലെങ്കിൽ മാനറിൻ്റെയോ ഡയറക്ഷൻ്റെയോ എല്ലാം അടിസ്ഥാനത്തിൽ ബന്ധിപ്പിക്കുന്നു. ഉദാഹരണങ്ങളാണ് ഓൺ, അറ്റ്, ഇൻ, ടു. ദ മീറ്റിംഗ് ഈസ് അറ്റ് നൂൺ. മീറ്റിംഗ് എന്ന് പറയുന്ന നൗണിനെ അറ്റ് നൂൺ എന്ന് പറയുന്ന സമയവുമായി ബന്ധപ്പെടുത്തി. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക് എന്ന് പറയുന്ന നൗണിനെ ഓൺ ദ ടേബിൾ ആ ഒരു ലൊക്കേഷനുമായി ബന്ധപ്പെടുത്തി. ഷീ വാക്ക്ഡ് ടു ദ സ്റ്റോർ. ഷീ എന്ന് പറയുന്ന പ്രോനൗണിനെ ടു ദ സ്റ്റോർ ആ ഒരു ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി. ഹീ ഓപ്പൺഡ് ദ ഡോർ വിത്ത് എ കീ. കീ വെച്ചാണ് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തത്. അതാണ് മാനർ അല്ലെങ്കിൽ രീതി എന്ന് പറഞ്ഞത്. തന്നിരിക്കുന്ന എക്സാമ്പിളിലെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ടു ആണ്. ഷീ ക്വിക്ക്ലി റാൻ ടു ദ ബിഗ് ഓൾഡ് ഹൗസ്. ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഏഴാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചാണ് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറയുന്നത് ഒരു വാക്കാണ്. അത് സെൻറ്റൻസിലെ മറ്റു വാക്കുകളുമായിട്ടോ ഫ്രേസുകളുമായിട്ടോ ഒരു വാക്കിനെ അല്ലെങ്കിൽ ഫ്രേസിനെ അല്ലെങ്കിൽ ക്ലോസിനെ ബന്ധിപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ ബട്ട്, ആൻഡ്, ബിക്കോസ്, ഓർ എക്സെട്ര. ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി. തന്നിരിക്കുന്ന എക്സാമ്പിളിലെ കൺജങ്ഷൻ എന്ന് പറയുന്നത് ആൻഡ് ആണ്. ഷീ ക്വിക്ക്ലി റാൻ ടു ദ ബിഗ് ഓൾഡ് ഹൗസ് ആൻഡ് ഫൗണ്ട് എ ബ്യൂട്ടിഫുൾ വേസ്. എട്ടാമത്തെ പാർട്ട് ഓഫ് സ്പീച്ചാണ് ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് വാക്കുകളാണ്. അതൊരു സെൻറ്റൻസിലെ സഡൻ ഫീലിങ്സ് അല്ലെങ്കിൽ സഡൻ എക്സ്പ്രഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസ് സെൻറ്റൻസിലെ മറ്റു വാക്കുകളിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ സെൻറ്റൻസിലെ മറ്റു വാക്കുകളുമായിട്ട് ഗ്രമാറ്റിക്കലി ഈ ഫസ്റ്റ് ഫ്രേസിന് ഒരു ബന്ധവും ഉണ്ടാവില്ല. ഉദാഹരണങ്ങളാണ് വാവ്, ഓ, ഔച്ച്. തന്നിട്ടുള്ള എക്സാമ്പിളിലെ ഇൻ്റർജെക്ഷൻ വേർഡാണ് വാവ്. അപ്പോൾ ഇത്രയുമാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ പറയാനുള്ളത്. പിന്നെ പലർക്കും ഡൗട്ട് വരുന്ന ഒരു ഏരിയയാണ് അഡ്ജക്റ്റീവും ആഡ്വർബും. ഒരു സെൻറ്റൻസിലെ ആഡ്വർബും അഡ്ജക്റ്റീവും മനസ്സിലാക്കാൻ അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നൗണിനെയോ പ്രോനൗണിനെയോ ആണെങ്കിൽ അത് അഡ്ജക്റ്റീവും, ആ സെൻറ്റൻസിലെ ക്രിയയെ അല്ലെങ്കിൽ വെർബിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തതെങ്കിൽ അത് ആഡ്വർബുമാണ്. ഒമ്പതാമത്തെ എന്ന് പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചാണ് ഡിറ്റർമിനർ. ഡിറ്റർമിനർ ഒരു സെൻറ്റൻസിലെ നൗണിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പൊസഷൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലെ ആ നൗണ് എത്രത്തോളം ഉണ്ട്, ഒന്നാണോ രണ്ടാണോ അല്ലെങ്കിൽ സം, എവ്രി, ഇങ്ങനെ എത്രയാണ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പൊസഷൻ എന്നതെല്ലാം ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഡിറ്റർമിനർ ഉപയോഗിക്കുന്നത്. എ നൈസ് ലിറ്റിൽ കോഫി ഷോപ്പ്. അതിൽ എ എന്ന് പറയുന്നുണ്ട്, ഒരു ഒന്ന് മാത്രമാണ്. അങ്ങനെ ആ സെൻറ്റൻസിലെ നൗണിനെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്കാണ് ഡിറ്റർമിനർ.